എന്നോട് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു റെസ്റ്റോറൻറ്റ് ശരിയായ സ്ഥലം അതെങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിന് പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് ഉള്ളത്. പ്രധാനമായിട്ട് ഒന്ന് ഫുട്ഫോൾ ആണ് നമ്മൾ നോക്കേണ്ടത്. ഫുട്ഫോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് വെച്ചിട്ടേ കാര്യമുള്ളൂ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹോസ്പിറ്റൽ, കോളേജ്, ഷോപ്പിംഗ് മോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കും. എപ്പോഴും ടാർഗറ്റ് ഓഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമുണ്ട്. ഒരു മന്തി ഷോപ്പ് ഒരു കോളേജ് പരിസരത്താണ് തുടങ്ങുന്നതെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ പാർക്കിംഗ് ആക്സസിബിലിറ്റി. ഇന്നത്തെ കാലത്ത് ഫാമിലീസ് പൊതുവെ പാർക്കിംഗ് ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ പോകാറില്ല. അതുകൊണ്ട് പാർക്കിംഗ് ആക്സസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിസിബിലിറ്റിയാണ്. കാരണം ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം റെസ്റ്റോറൻറ്റ് പണിയേണ്ടത്. നമുക്ക് ഒഴിഞ്ഞ ഇടങ്ങളിലും ഒരുപാട് വഴികൾക്കകത്ത് കൊണ്ട് റെസ്റ്റോറൻറ്റ് പണിയുവാണെങ്കിൽ ആൾക്കാർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ മാർക്കറ്റിങ്ങിനെയും ബാധിക്കും, നമ്മുടെ സെയിലിനെയും ബാധിക്കും. അതുകൊണ്ട് വിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ്. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ അനാലിസിസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 5 ഷവർമ ഷോപ്പുകൾ നമ്മുടെ ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മൾ 6ാമനാണ്. നമ്മളത് തുറക്കുമ്പം അത് അപകടമായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ അഡ്വാൻറ്റേജസും ഉണ്ടാകും.